മോനെ ഒരു 1/2 കിലോ പഞ്ചസാര എടുത്തു. അര കിലോ പഞ്ചസാര എടുത്തു കൊടുക്കും. എങ്ങനെ? 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ. ഒരു 1/2 കിലോ പഞ്ചസാര. അതെ, 1.5 കിലോ ഉണ്ട്. 1/2 കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ 1/2 കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ? പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? 10. ഒരു 10 രൂപ. പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാശ് ഞാൻ തരില്ല. ബിസിനസ് ചെയ്യാൻ പോണു. ഇനി എന്ത് ബിസിനസ്സാണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? അള്ളു വെച്ചോടോ. നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടി അതിന് പോകൂ? അതുമില്ല. മേലനങ്ങാൻ പറ്റില്ല. അത് തന്നെ ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂങ്കിലും നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണു. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി. പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണ് വേണേ. ബിസിനസ്സുകാരൻ. എടാ, നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാശിന് വിവരം ഉണ്ട് അങ്ങേർക്ക്. പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗാ. മറിച്ചിരിക്കാൻ നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് ചോദിച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. ചോരത്തിന്റെ ലക്ഷ്മി. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ. സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലി കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ, ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. മുലക്ക് പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറ് ഗോമാതാവേ. പതുക്കെ പശുവാട്ടോ. അയ്യോ അയ്യോ. എന്തിനാ ഹരിയാട്ട് അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലും പോയി. ഇനി അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി? എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവാശനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കെട്ടടി നീ. അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ച് പോവേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കലക്കുണ്ടാ. അതല്ല, ഈ കല്യാണാലോചന എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി, കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും. നിങ്ങൾക്കാരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധരൻ മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ, ഇങ്ങോട്ടിരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കാന്ന്. ഐശ്വര്യമായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹൈ, ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് തന്നെ അല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതി അമ്മ തന്നെ അല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീടും ആളും മാറിപ്പോയില്ലെന്ന് ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ചളാക്കല്ലേ, കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. ഗംഗാധര മാഷ് വിചാരിച്ചാൽ 2 ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാൻ സുഖു, അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ.
മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷെ, എന്തും ചെയ്തു പോകും. അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷെ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ആ, വാടാ. ശരി സുഗു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കൊന്നുകളയും ഞാൻ. ആ. സ്വന്തം പെങ്ങടെ കല്യാണം മുടക്കാൻ പോയേക്കണു. പെങ്ങളെ കെട്ടാൻ എന്ത് യോഗ്യതാടാ ഇവനുള്ളത്? നിന്റെ കൂടെ കളിച്ചു വളർന്നതോ? ആർക്ക് കൊടുത്താലും വേലയും കൂലിയില്ലാത്ത നിന്നെ പോലൊരുത്തിന് തരില്ല ഞാൻ എന്റെ മോളെ. പള്ളിമുറ്റത്ത് തോർത്ത് വിരിച്ചിരിക്കുന്ന തെണ്ടിക്കൊണ്ടല്ലോടാ പറയാനൊരു പണി. നിനക്കെന്താ ഉള്ളത്? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? നിനക്കിനി വല്ല പൂതി മനസ്സിൽ കയറിയിട്ടുണ്ടോടി? ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കണം, അതാ എല്ലാവർക്കും നല്ലത്. ഇനി ഇവന്റെ കൂട്ടും കൂടി ഇതുപോലെ വല്ല പോക്കിരിത്തരത്തിനും പോയിന്ന് ഞാൻ അറിഞ്ഞ പേട്ടി നുറുക്കിക്കളയും ഞാൻ. അവനൊന്നും പറയണ്ട, എല്ലാത്തിനും കാരണം ഞാൻ നിർബന്ധിച്ചിട്ടാവും വന്നത്. എന്തിനാണാവോ? ഇവക്ക് വേറെ കല്യാണാലോചന എന്ന് കേട്ടപ്പോ വിളിച്ചിറക്കിക്കൊണ്ട് പോവാനാ ആദ്യം തോന്നിയത്. പിന്നെ എന്താ വേണ്ടാന്ന് വെച്ചത്? വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ? നീ പോയില്ല, നിനക്കറിയാം പോയ പട്ടിണി കിടന്ന് ചാവൂന്ന്. എടാ, ആദ്യം ആണുങ്ങളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാക്കി, എന്നിട്ട് വന്ന് പെണ്ണ് ചോദിക്കും. അപ്പൊ ആലോചിക്കാം കല്യാണ കാര്യം. പിന്നെ താൻ തോന്നിത്തരം കാണിക്കാനാണെങ്കിൽ ഇനി ഇവിടെ നടക്കില്ല, വേറെ സ്ഥലം നോക്കിക്കോണം. ഹരിക്കൂട്ടാ, എന്താ ഈ കാട്ടണത്? കുറച്ച് കാശ് വേണം. ഒരു ജോലി കിട്ടുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഹരി, നീ എങ്ങനും പോണില്ല. തടയണ്ട, ഞാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ പറഞ്ഞ യോഗ്യതകൾ നേടിക്കഴിയുമ്പോ അമ്മാവനോട് പറഞ്ഞേക്ക് ഈ പൈസക്ക് കണക്ക് വെച്ചോളാം. പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഒന്നുമില്ലേലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എല്ലാം പറഞ്ഞതുപോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. ഇന്ന് തന്നെ തീർക്കണം നായിന്റെ മോനെ.